നമസ്കാരം. പി.സി. ജോർജിന് ജാമ്യം കിട്ടാൻ സഹായകരമായത് പരാതിക്കാരന്റെ വാദങ്ങളിലെ പിഴവോ? വിദ്വേഷ പരാമർശ കേസിൽ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ പി.സി. ജോർജിനെ ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇതിനെ സ്വാധീനത്തിന് വഴങ്ങിയുള്ള തീരുമാനമെന്നാണ് പരാതിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയ വാദം. എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു. കോടതിയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. അതേ കോടതിക്ക് മുമ്പിലാണ് രണ്ടാമതും പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ എത്തിയത്. സ്വാധീനത്തിന് വഴങ്ങിയെന്ന വാദം അതേ ജഡ്ജിക്ക് മുമ്പിൽ നിലനിൽക്കാതെ പോയി. ഇതേ ജഡ്ജിയായിരുന്നു വസ്തുതകൾ പരിശോധിച്ച് ആശുപത്രിയിലേക്ക് ജോർജിനെ മാറ്റാൻ നിർദ്ദേശിച്ചത്. പരാതിക്കാരന്റെ അഭിഭാഷകൻ സ്വാധീന പരാമർശത്തെ കോടതിയും ഗൗരവത്തിലെടുത്തു. അഭിഭാഷകനെതിരെ നടപടികളിലേക്ക് കോടതി കടന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിനൊപ്പം രസകരമായ നിരീക്ഷണങ്ങളും പി.സി. ജോർജിന്റെ മകൻ നടത്തുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ടെങ്കിലും ആശുപത്രിയിൽ പോകുന്ന പ്രകൃതം പി.സി. ജോർജിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിശദ പരിശോധനകളൊന്നും ഒരിക്കലും നടത്തിയില്ല. ഇപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം മെഡിക്കൽ കോളേജിൽ റിമാൻഡ് തടവുകാരനായി കിടന്നു. ഈ സമയം പി.സി. ജോർജിനെ വിശദ പരിശോധനകൾക്ക് വിധേയനാക്കാൻ കഴിഞ്ഞു. എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനമടക്കം പരിശോധിച്ചു. വ്യക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഡോക്ടർമാർ പി.സിക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ അച്ഛനെ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയനാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മകൻ ഷോൺ ജോർജ്. ഇതിനൊപ്പം ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ജാമ്യം കിട്ടി. അതുകൊണ്ടാണ് പരാതിക്കാരനടക്കം ഷോൺ ജോർജ് നന്ദി പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അച്ഛന് കിട്ടിയ പരിചരണം അദ്ദേഹത്തെ കൂടുതൽ ആരോഗ്യവാനാക്കിയെന്നാണ് ഷോൺ വിലയിരുത്തുന്നത്. ഈ കേസിൽ പി.സിയെ അറസ്റ്റ് ചെയ്യാനും ഒരു ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വെക്കാനും പോലീസ് ആഗ്രഹിച്ചിരുന്നു. പോലീസ് പിടികൂടിയാൽ 24 മണിക്കൂർ കസ്റ്റഡിയിൽ വെക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഇതുപയോഗിച്ച് ഒരു രാത്രിയെങ്കിലും കസ്റ്റഡിയിൽ വെക്കാനായിരുന്നു ആലോചന. തന്ത്രപരമായി കോടതിക്ക് മുമ്പിൽ പി.സി കീഴടങ്ങി. മകൻ ഷോൺ ജോർജ് ഇല്ലാതെ പോലീസിന് മുന്നിലേക്കോ കോടതിയിലോ പോകില്ലെന്ന് പോലീസ് കരുതി. അന്ന് മകൻ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പി.സി പിടിക്കാനായി പോലീസ് വീടിന് മുന്നിൽ നിരന്നു. ബി.ജെ.പിക്കാരും അന്ന് തടിച്ചുകൂടിയത് വീട്ടിലായിരുന്നു. ഇതോടെ പി.സി വീട്ടിലെത്തുമെന്നായിരുന്നു പോലീസ് കരുതിയത്. അറസ്റ്റ് ചെയ്യാമെന്നും വിചാരിച്ചു. എന്നാൽ മകനെ വീട്ടിലിരുത്തിയ അച്ഛൻ കോടതിയിലെത്തി. അങ്ങനെ പോലീസ് കസ്റ്റഡി അടക്കം കോടതി തീരുമാനിക്കുന്ന സ്ഥിതി വന്നു. അന്ന് 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ ജോർജിനെ വിട്ടു. അതിനുശേഷം റിമാൻഡ് ചെയ്തു. ആരോഗ്യ കാരണങ്ങൾ പരിശോധിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു. 2 ദിവസം കഴിഞ്ഞ് അതേ കോടതിയിൽ തന്നെ വീണ്ടും ജാമ്യ ഹർജി നൽകി. പോലീസ് തെളിവെടുപ്പും മറ്റും കഴിഞ്ഞുവെന്ന വിലയിരുത്തലായിരുന്നു പി.സി. ജോർജിന് വേണ്ടിയുള്ള ഈ നീക്കം. പോലീസ് റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും അടക്കം കോടതി പരിശോധിച്ചു. ആരോഗ്യസ്ഥിതി മോശമാണെന്നും ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ടെന്നും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ ജാമ്യം നൽകണമെന്നും ജോർജിന് വേണ്ടി വാദിച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പിൻബലവും ഉണ്ടായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണമെങ്കിലും ലഭിക്കുമെന്ന് പരാതിക്കാരന്റെ അഭിഭാഷകൻ ഇതിന് മറുപടി നൽകി. എന്നാൽ ഈ വാദം കോടതി തള്ളി. സർക്കാർ വിരുദ്ധ പക്ഷത്തുള്ള നേതാവാണ് പി.സി. ജോർജ്. അതുകൊണ്ട് തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും തട്ടിപ്പ് സർട്ടിഫിക്കറ്റുകളൊന്നും പി.സി. ജോർജിന് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. ഹൃദയത്തിലെ ബ്ലോക്ക് അടക്കം കണ്ടെത്താൻ ഈ കേസിലൂടെ കഴിഞ്ഞുവെന്നതും പി.സി. ജോർജിന്റെ ആരോഗ്യത്തിൽ ഇനി നിർണായകമാകും. അതായത് ഉള്ള അസുഖമെല്ലാം കണ്ടെത്തി തുടർ ചികിത്സയിലേക്ക് കടക്കാനുള്ള അവസരമായി ആശുപത്രിവാസം മാറി. ജാമ്യ ഹർജിയിൽ ഇന്നലെ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കേസിൽ റിമാൻഡിലായ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനുവരി 5-നാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി.സി. ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഈരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിൽ നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്ന് ഈരാറ്റുപേട്ട പോലീസ് ഹാജരാകാൻ നോട്ടീസ് നൽകുകയായിരുന്നു. എന്നാൽ കോടതിയിലെത്തിയാണ് പി.സി. ജോർജ് കീഴടങ്ങിയത്. 14 ദിവസത്തെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.